ബെന്യാമിന്റെ ആടുജീവിതവും നജീബിനെയും കുറിച്ച് കേൾക്കാത്ത മലയാളികൾ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. എന്നാൽ എത്ര പേർക്കറിയാം ആ റിയൽ നജീബിന്റെ മകൻ ഒമാനിലെ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലെ ജീവനക്കാരനാണെന്ന്? കൂടുതൽ അറിയണ്ടേ? പരിചയപ്പെടാം നമുക്ക്. വാ. നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മളുള്ളത് ഒമാനിലെ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് വാദി കബീറിലാണ്. നമ്മളെ കൂടെയുള്ളത് ഷഫീർ ഷുക്കൂർ. അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഷഫീർ ഷുക്കൂർ നജീബ്, നമ്മുടെ ആടുജീവിതത്തിലെ നജീബിന്റെ ഏക മകൻ. നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം അല്ലെ? ഷഫീർ ഷുക്കൂർ നജീബ് ഒമാനിൽ എത്ര കൊല്ലായി? 8 കൊല്ലായി. ഇവിടെയുള്ള ആൾക്കാർക്ക് അറിയോ നിങ്ങൾ നജീബിന്റെ മകനാണെന്നുള്ളത്? ഫിലിം സ്റ്റാർട്ട് ആയതിനു ശേഷം അതിനു മുമ്പ് അറിയില്ലായിരുന്നു? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോവൽ വായിച്ചിട്ടുണ്ടാവും, അതിനേക്കാളും ഒരു വാപ്പാടെ വായിൽ നിന്ന് ഡയറക്റ്റ് കേട്ടിട്ടുണ്ടാവും അവിടുത്തെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ. നിങ്ങൾ എന്തുകൊണ്ട് പിന്നെ ഒരു പ്രവാസിയായി മാറി? ഗൾഫിൽ വരാനുള്ള ഒരു ഇഷ്ടം കൊണ്ട് വന്നതാണ്. വാപ്പ പറഞ്ഞു കേട്ട കഥകൾ ഇപ്പൊ നിങ്ങൾ അനുഭവിക്കുന്ന ഗൾഫും തമ്മിൽ ഒരുപാട് മാറ്റമുണ്ട്. നെസ്റ്റോല ലൈഫ് അടിപൊളിയാണ്. നിങ്ങൾ എന്തായിട്ട് വർക്ക് ചെയ്യുന്നത് നെസ്റ്റോല? ഞാനിവിടെ ഫ്രൂട്ട് ആൻഡ് വെജ് സൂപ്പർവൈസർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ മീൻസ് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സിൽ സൂപ്പർവൈസർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. 8 ഇയർ ആയി. ഓക്കെ. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് ഉമ്മ, ഇപ്പൊ വാപ്പ ഉണ്ട്, എന്റെ പെങ്ങള്, എന്റെ വൈഫ്, ഒരു കുട്ടി. ഇപ്പൊ അറിയാം, ഇന്ത്യൻ സിനിമയിൽ അല്ലെങ്കിൽ മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാർ പൃഥ്വിരാജാണ് വാപ്പയുടെ റോള് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന്റെ പ്രൊമോഷൻ വർക്ക് ഒക്കെ നടക്കാണ്. നാട്ടിൽ പോണില്ലേ? നാട്ടിൽ പോകണം, മറ്റന്നാൾ നാട്ടിൽ പോകണം. പ്രൊമോഷൻ ഫിലിമിന്റെ തന്നെ ഒരു ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ ആയിട്ട് നാട്ടിൽ പോകണം. അപ്പൊ കമ്പനിയിൽ നിന്ന് ലീവൊക്കെ കിട്ടി? ലീവ് കിട്ടി. ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ തിരിച്ചറിഞ്ഞു തുടങ്ങിയോ? തിരിച്ചറിഞ്ഞു തുടങ്ങി. സെൽഫി ഒക്കെ എടുക്കാൻ വരണ്ടോ? പിന്നെ സ്റ്റാഫുകൾ മൊത്തം ഇപ്പൊ സെൽഫി എടുത്ത് വെച്ചേക്കാണ് ഫിലിം ഇറങ്ങുമ്പോൾ അത് സ്റ്റാറ്റസ് ഇടാനായിട്ട്. നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് വാദി കബീർ ബ്രാഞ്ചിന്റെ GM ഷിയാബ്ക്ക ഉണ്ട് കൂടെ. ഷിയാബ്ക്ക 2 വാക്ക് പറയട്ടെ ഷഫീർ ഷുക്കൂർ നജീബിനെ കുറിച്ച്. ഷഫീർ ഇവിടെ ഇപ്പൊ നമ്മളിവിടെ ജോയിൻ ചെയ്യുമ്പോൾ നമ്മളാരും നജീബക്കയുടെ മാനാണെന്നുള്ളത് നമുക്ക് അറിയത്തൊന്നുമില്ല. ഇപ്പൊ റീസെന്റ് നമ്മുടെ സ്റ്റാഫിനോട് ഇങ്ങനെ പറഞ്ഞു, എന്റെ ഫാദറാണ് ബെന്യാമിന്റെ ആടുജീവിതത്തിലെ ഹീറോ നജീബ്. അങ്ങനെയാണ് നമ്മൾ തിരിച്ചറിഞ്ഞ് പിന്നെ ഇപ്പം അത് കഴിഞ്ഞ് കുറെ നമ്മളതൊക്കെ എല്ലാം ആരും പിന്നെ അതിനെപ്പറ്റി ശ്രദ്ധിച്ചില്ല. ഇപ്പം സിനിമ ഇറങ്ങുമ്പോൾ ഇവനെ തേടി ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പം പിന്നെ ഇതിനകത്ത് മെയിനായിട്ടുള്ള വില്ലൻ പോലും അന്വേഷിച്ചെന്ന് പറയുന്നത് ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ. അപ്പോൾ പിന്നെ ഒമാനിയാണ്. അതെ. അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് അന്വേഷിച്ച് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലുള്ള ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. എന്തായാലും ആളിപ്പം ഭയങ്കര ബിസിയാണ്. ഇപ്പം നാട്ടിൽ പോവാണ്. നാട്ടിലെ സിനിമയുടെ പ്രൊമോഷനായിട്ട് ഒരു 10 ഡേയ്സ് ലീവിന് പോകുന്നുണ്ട്. അത് അവരുടെ ഫാമിലി ഒരു ഇൻ്റർവ്യൂ എൻ്റെ ഫിലിമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു 10 ദിവസം ലീവിന് പോവാം. മറ്റന്നാളെ പോകും. എന്തായാലും പുള്ളിയുടെ ഒരു ആഗ്രഹമാണ് വാപ്പാനെയും ഉമ്മാനെയും ഒമാനിൽ കൊണ്ടുവരണം എന്നുള്ളത്. തീർച്ചയായിട്ടും. അപ്പൊ അതിനെ നെസ്റ്റോ സപ്പോർട്ട് ചെയ്യില്ല? എന്തായാലും നെസ്റ്റോയ്ക്ക് അങ്ങനത്തെ ഒരു ഇഷ്യൂ ഇല്ലല്ലോ. നെസ്റ്റോ എന്ന് പറയാൻ നമുക്ക് ഇപ്പോൾ നമ്മുടെ സ്റ്റാഫിന് വേണ്ടി തന്നെ നെസ്റ്റോ ഉള്ളത്. പറഞ്ഞു ജോബൊക്കെ വാപ്പ അനുഭവിച്ച ജീവിതമൊന്നും പുള്ളിക്ക് ഇവിടെ അനുഭവിക്കേണ്ടി വരുന്നില്ല. സുഖമാണ് ജോബ്. പുള്ളി അങ്ങനെ എംപ്ലോയി എടുക്കാനാണോ? ആളുകൾ സ്മാർട്ടാണ് അല്ലേ? ഇനി കൂടുതൽ ഇവിടത്തെ ഒരു അട്രാക്ഷൻ പോയിന്റ് ആവാൻ പോവാണ്. തീർച്ചയായും ഒരുപാട് ആൾക്കാർ വരുന്നു. അതെ, തീർച്ചയായും തുടങ്ങി. ഇപ്പൊ തന്നെ നമ്മള് ഫ്ലോറിലൊക്കെ ഒരുപാട് ആൾക്കാർ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ അതിനെ പറ്റി വന്നപ്പോഴത്തെ കുറെ പേർക്ക് ഫ്ലോറിലൊക്കെ തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഷഫീറിനെ കാണാൻ കുറെ ആൾക്കാർ ഇവിടെ വരും. തീർച്ചയായിട്ടും വരും. നിങ്ങളുടെ ബ്ലോഗൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ വരട്ടെ. എന്തായാലും നാട്ടിൽ പോയിട്ട് വെക്കേഷനൊക്കെ അടിച്ചു പൊളിച്ച് നിങ്ങളുടെ ഫിലിം റിവ്യൂസും അല്ലെങ്കിൽ പ്രീമിയർ ഷോയും എല്ലാം കണ്ടിട്ട് നല്ല ഹാപ്പി ആയിട്ട് തിരിച്ചു പോയോ? വാപ്പാക്കും ഉമ്മാക്കും ഒക്കെ എത്രയും പെട്ടെന്ന് ഒമാനിലെത്താൻ പറ്റട്ടെ, നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റട്ടെ അല്ലേ? തീർച്ചയായിട്ടും. അല്ലേ? താങ്ക് യു സോ മച്ച്. താങ്ക് യു ഷഫീർ.